ഹലോ ഗൈസ്, 3 പീസ് ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റയോൺ മെറ്റീരിയലാണ്. 2.5 മീറ്റർ ഉണ്ട്. സ്ലീവ്ലെസ്സും പിന്നെ കോളറും വെച്ചിട്ടാണ് ഈ ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. അത് വെച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ അളന്ന് വരച്ചെടുക്കാം. നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നീളം എടുക്കാം. അപ്പോൾ എത്രയാണോ ടോട്ടൽ ലെങ്ത്ത് അതിനോട് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് അളക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 44 ടോട്ടൽ ലെങ്ത്ത്. അതിനോട് തയ്യൽ തുമ്പ് മേളിൽ അരയും താഴെ 1 ഇഞ്ചും അങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഞാനിവിടെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത്ത് അളന്നതിന് ശേഷം നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അളന്നിട്ട് ഒരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് കറക്റ്റ് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് അളന്ന് തുടങ്ങാം. മുകളിൽ ഫോൾഡ് വന്നിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് അളക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം 3 പീസിൻ്റെ സെൻറ്ററിൽ വന്ന അളവ് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് താഴേക്ക് 16 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ 16 അളന്ന അവിടെയും കറക്റ്റ് 4.5 വിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് താഴേക്ക് കറക്റ്റ് 4.5 ഇഞ്ച് വീതിയിൽ താഴേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. 16 ഇഞ്ച് വരെ നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അവിടുന്ന് താഴേക്ക് വരക്കണതിന് മുന്നേട്ട് നമുക്ക് താഴത്തെ അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തണം. അവിടെ നമുക്ക് ഷോൾഡറും കൈക്കുഴിയും ചെസ്റ്റൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് താഴേക്ക് അളന്ന് വരക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇളക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഷോൾഡർക്ക് ഇളക്കേണ്ടത്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ബാക്കി ഇളക്കാൻ. ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പോൾ അതാദ്യം ഒന്ന് മാർക്ക് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഇളക്കാൻ തുടങ്ങാം. അപ്പോൾ ഷോൾഡർ ഇളക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡർ 14ആണ്. ആ 14നോട് 14ൻ്റെ പകുതി 7. 7നോട് 2 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ ഇവിടെ ഷോൾഡർ എടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, കോളർ നെക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ 9 ഇഞ്ച് ഇവിടെ എടുക്കേണ്ടത്. മുന്നത്തെ 4 ഇഞ്ച് നമ്മൾ മേളിൽ കട്ട് ചെയ്തപ്പോൾ 4 ഇഞ്ച് വിട്ടെടുത്തില്ലേ, ആ 4 മൈനസ് ചെയ്തിട്ടാണ് ഈ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ കൈക്കുഴി അളക്കേണ്ടത് മേളിലൊരു 1 ഇഞ്ച് വിട്ടിട്ടാണ് താഴേക്ക് അളക്കുന്നത്. 1 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് 7 ഇഞ്ചാണ് കൈക്കുഴി ഞാൻ എടുക്കുന്നത്. കൈക്കുഴിയുടെ അളവ് 16ആണ്. 16ൻ്റെ പകുതി 8. 8നോട് ഞാൻ 1 മൈനസ് എടുത്തിട്ടാണ് ഇവിടെ ഞാൻ കൈക്കുഴി എടുക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഉള്ളോട്ട് ഇച്ചിരി കുഴിച്ച് വെട്ടേണ്ടതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് കുറക്കണത്. ഇനി നമുക്ക് വിട്ടളക്കാം. ചെസ്റ്റ് അളവ് 38. അപ്പോൾ അത് ഇവിടെ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 38നോട് 4 ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് എടുക്കണത്. അപ്പോൾ എനിക്കിവിടെ 11 കിട്ടണത്. ഇവിടെ അളക്കുമ്പോൾ മുന്നത്തെ 4 ഇഞ്ച് നമ്മൾ മേളിൽ വിത്തിന് വേണ്ടി എടുത്തില്ലേ, ആ 4 ഇഞ്ചും കൂടി മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ വിട്ടളക്കേണ്ടത്. ഇനി അവിടേക്ക് നമുക്ക് സ്കെയിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈക്കുഴി അളന്നപ്പോൾ 1 ഇഞ്ച് വിട്ടിട്ടാണ് കൈക്കുഴി അളന്നത്. ആ 1 ഇഞ്ചും നമുക്ക് സ്ലോപ്പ് ചെയ്ത് ഇങ്ങനെ സ്കെയിൽ കൊണ്ടൊന്ന് വരക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വരച്ചതിൽ, ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം ബാക്കിയെല്ലാം അളക്കാൻ. ആ തയ്യൽ തുമ്പ് മുന്നത്തെ ആ മേളത്തെ പീസ് നമ്മൾ നേരത്തെ ആദ്യം അളന്നില്ലേ, അതുകൂടി ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റാവും വിട്ട്.
പിന്നെ നമുക്ക് ഈ കൈക്കുഴി ഇപ്പോൾ കുഴിച്ചൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈനിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് കർവ് ചെയ്ത് വരക്കേണ്ടത്. ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ അരികെ ചേർത്താണ് ഇനി മേളിൽ നിന്ന് താഴേക്ക് സ്കെയിൽ കൊണ്ട് വരക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ 16 ഇഞ്ച് വെച്ച് അളന്ന് നിർത്തിയില്ലേ, അവിടുന്ന് ഈ താഴത്തെ ആ പോയിൻ്റ്, അതായത് നമ്മൾ വിട്ടളന്ന് അവസാനം ഒരു പോയിൻ്റില്ലേ, ആ പോയിൻ്റിലേക്ക് കറക്റ്റ് സ്കെയിൽ വെച്ച് നേരെ ഒന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ നേരെ അറ്റം വരെ താഴെ വരെ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സെൻറ്റർ പീസ് മൊത്തം അളന്ന് വരച്ച് കഴിഞ്ഞ്, അത് ഞാനിങ്ങനെ സൈഡ് അളന്നതിന് ശേഷം അങ്ങനെ വരക്കണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം തുണി വേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സൈഡ് പീസിൻ്റെ താഴേക്ക് അളക്കാം. അപ്പോൾ അത് അളക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 16 ഇഞ്ച്, 13 ഇഞ്ച്, 10 ഇഞ്ച് അങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുക. 10 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് വന്ന ലെങ്ത്തിൻ്റെ അളവാണ്. മേളിൽ നിന്ന് താഴേക്കുള്ള ലെങ്ത്തിൻ്റെ അളവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 10 ഇഞ്ച് ചെസ്റ്റ് വരെയുള്ള അളവ്, 13 ഇഞ്ച് വേസ്റ്റ് വരെയുള്ള അളവ്, 16 ഇഞ്ച് നമ്മുടെ ഷേപ്പ് വരുന്ന ആ ഭാഗം വരെയുള്ള അളവാണ്. അതങ്ങനെ അളന്ന് വെക്കണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ 16 വരച്ചില്ലേ, അവിടെ വെച്ച് നമുക്ക് മുന്നേ 11 വിട്ട് നമ്മൾ വരച്ചില്ലേ, ആ ഒരു അളവ് തന്നെ സെയിം ഇവിടെ വരച്ചു കൊടുക്കണതാണ് 11. എന്നിട്ട് ആ 11ലേക്ക് നേരെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഷേപ്പ് വരക്കണ 13 ലെങ്ത്ത് എടുത്തില്ലേ, ആ 13ൻ്റെ അവിടെ വേസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തിയിട്ട് വേണം ഷേപ്പ് വരച്ചു കൊടുക്കാൻ. അപ്പോൾ ആ 13ൻ്റെ അവിടെ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനോട് 4 ഡിവൈഡ് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി അങ്ങനെയാണ് 13ൻ്റെ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ ആ 10ൻ്റെ അവിടെ നിന്ന് 16 വരെ ഷേപ്പ് വളച്ച് വരച്ചിരിക്കുന്നത്. മേളിൽ നിന്ന് നമ്മൾ താഴേക്ക് 16 അളന്നില്ലേ, ഇനി അവിടെ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ താഴേക്ക് നമ്മൾ ആദ്യം 4.5 അടയാളപ്പെടുത്തില്ലേ സെൻറ്റർ ഭാഗം, ആ 4.5യുടെ അവിടം വരെയാണ് കറക്റ്റ് താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ താഴേലും നമുക്കധികം വേസ്റ്റ് പീസ് പോകില്ല, അങ്ങനെ അളന്നാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വരച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇനി നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടി. അതാണ് നെക്ക് വരുന്ന ഭാഗം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നിവർത്തി കാണിച്ചു തരാം. ടോട്ടൽ 4 പീസ് ഉണ്ടാവും. ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്, അങ്ങനെ ടോട്ടൽ 4 പീസാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് സെൻറ്ററിൽ വന്നാൽ അതുകൂടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അത് 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ഫ്രണ്ടിൽ ഒരെണ്ണം, ബാക്കിൽ ഒരെണ്ണം, അങ്ങനെ 2 പീസ് ഉണ്ടാവും അത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്ന 1/2 ഇഞ്ച് വീതമാണ്. അപ്പോൾ ആ 1/2 ഇഞ്ച് വീതം വേണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഫ്രണ്ടും ബാക്കും 2 അളവായതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വെട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ടിലെ നെക്കിന് കട്ട് ചെയ്യാം. അപ്പോൾ അളക്കുന്നതിന് മുന്നേയായിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമുക്ക് നെക്ക് അളക്കേണ്ടത്, തുറന്നിരിക്കുന്ന ഭാഗത്തല്ല, ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത്. അപ്പോൾ അവിടെ ആദ്യം ഒരു 4 ഇഞ്ച് അടയാളം കൊടുത്ത് പിന്നെ ഒരു 7 ഇഞ്ച് കൂടി അടയാളം കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോളർ നെക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു 2 ഇഞ്ച് വീതിയിലിട്ട് ഒരു അടയാളം കൂടി കൊടുക്കുക. പിന്നെ നമുക്ക് നെക്ക് വീതി
ഷോൾഡറിൻ്റെ അവിടെ നെക്ക് വീതി വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ 3ൻ്റെ അവിടെ നിന്ന് നമ്മിപ്പോൾ 2 അടയാളപ്പെടുത്തിയ അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. ആ 4 അടയാളപ്പെടുത്തിയ അവിടെ നിന്ന് ആ 2 അടയാളപ്പെടുത്തില്ലേ അവിടേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വരയിൽ കൂടി കറക്റ്റായിട്ട് നമുക്ക് വെട്ടിയതിന് ശേഷം നമ്മൾ 7 അടയാളപ്പെടുത്തില്ലായിരുന്നു, താഴേക്ക് 7, ആ 7 വരെ ആ ഫോൾഡ് വന്നിരിക്കുന്ന കറക്റ്റ് നേരെ താഴെ ആ 7 അടയാളപ്പെടുത്തിയ അവിടം വരെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇങ്ങനെയാണ് കോളർ, താഴത്തെ കോളർ വരുന്നത് ഇങ്ങനെയാണ്. മേളിലോട്ടുള്ള വേറൊരു കോളറാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോളറിലോട്ട്. അത് ഫുൾ നെക്ക് കോളറായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ അത് മറ്റേതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിരിക്കുന്ന വശത്ത് തന്നെയാണ് നമ്മൾ അളക്കുന്നത്. ആദ്യം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്താം. നമ്മൾ മറ്റേൽ 3 അല്ലേ എടുത്തത്, അത് തന്നെ 3 വിഡ്ത്ത് എടുത്തിട്ട് താഴേക്ക് 1 ഇഞ്ച് ഇറക്കിയാണ് ജസ്റ്റ് കർവ് ചെയ്ത് വരച്ചെടുക്കണേന്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കോളർ നെക്കായതുകൊണ്ടാണ് ബാക്കിൽ ലെങ്ത്ത് 1 ഇഞ്ച് എടുത്തത്. ഇനി അതൊന്ന് വിടർത്തി നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ പീസിൻ്റെ സൈഡിൽ നമ്മൾ സൈഡ് പീസ് മറ്റേ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തെ വശവും ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് ഫുള്ള് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസും അതിൻ്റെ സൈഡിലെ പീസുകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങും കൂടെ ഇതിൻ്റെ ഒപ്പം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം നല്ല തുണി കട്ട് ചെയ്തതിന് ശേഷമാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് അളക്കിയൊന്നും വേണ്ട, ഡയറക്റ്റ് ആ നമ്മൾ വെട്ടിയ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് വരച്ചെടുത്ത് വെട്ടിയാൽ മതി. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, താഴെ അതായത് ടോപ്പിൻ്റെ താഴെ വന്ന വശം ലൈനിങ് അല്ലേ, അപ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കയറ്റിയിട്ട് 2 ഇഞ്ചോ 3 ഇഞ്ചോ മുകളിലോട്ട് കയറ്റിയിട്ട് വെട്ടാൻ നോക്കുക. അപ്പോൾ ലൈനിങ് ഒപ്പം വെച്ച് വെട്ടരുത്, താഴെ ലൈനിങ് 2-3 ഇഞ്ച് കുറച്ചിട്ട് വെട്ടിയാൽ മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ആ നല്ല വശം ഞാൻ അങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് അത് ലൈനിങ്ങിൽ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.